സെനർ വോൾട്ടേജ് റെഗുലേഷൻ നമ്മള് വോൾട്ടേജ് റെഗുലേഷൻ എന്താ കണ്ടു. വോൾട്ടേജ് റെഗുലേഷൻ സർക്യൂട്ട് എന്തിനാ കണ്ടു. അപ്പൊ ഒരു വോൾട്ടേജ് റെഗുലേഷൻ സർക്യൂട്ട് ആണ് സെനർ വോൾട്ടേജ് റെഗുലേഷൻ. ഇതില് നമ്മൾ സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പൊ ഒരു സെനർ ഡയോഡ് ലോഡിന് ക്രോസ് പാരലാക്കി റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, ലോഡിന് പാരലായിട്ട്. അതേപോലെ തന്നെ ഇതിന്റെ ഇൻപുട്ടിലൊരു റെസിസ്റ്റർ RS സീരീസ് ആയി കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സർക്യൂട്ടിലേക്ക് കൊടുക്കുന്ന എന്താ, അൺറെഗുലേറ്റഡ് ഇൻപുട്ട് വോൾട്ടേജ്. ഇതിന് എന്ത് ചെയ്യും, റെഗുലേറ്റഡ് DC വോൾട്ടേജ് ആക്കി കൺവേർട്ട് ചെയ്യലാണ് ഈ സെനർ വോൾട്ടേജ് റെഗുലേറ്ററി സർക്യൂട്ടിന്റെ വർക്ക്. A zener has sharp breakdown voltage under reverse biased condition. When the input voltage is greater than the breakdown voltage of zener diode, then the voltage across it is constant irrespective of the current flowing through it. This principle is used in regulator circuit. അതായത് നമ്മൾ സാധാരണ ഒരു ഡയോഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോർവേഡ് ബയാസ്ഡ് കണ്ടീഷനിൽ മാത്രമേ വർക്ക് ചെയ്യൂ. ഇത് റിവേഴ്സ് കറണ്ട് ഫ്ലോ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു സെനർ ഡയോഡ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലാണ് ഇല്ലതെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ ഇതിലെ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട്, അതായത് ഒരു പെർട്ടിക്കുലർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, സെനർ ഡയോഡിലെ കൂടിയുള്ള കറണ്ട് സഡൻ ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ആ സമയത്ത് അല്ലെങ്കിൽ ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ സെനർ ഡയോഡിന് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് കറണ്ട് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ വോൾട്ടേജ് എന്ത് ചെയ്യൂല, ചേഞ്ച് ചെയ്യൂല. ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് ആയിട്ട് ഈ സെനർ ഡയോഡിന് ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഈ സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സീരീസ് റെസിസ്റ്റർ RS which is connected in series with the unregulated input voltage. A zener diode connected in parallel with the load resistor RL. The series resistor RS limits the സെനർ കറണ്ട് എക്സീഡിംഗ് ഫ്രം ഇറ്റ്സ് റേറ്റഡ് മാക്സിമം IZ. അതായത് ഈ സീരീസ് റെസിസ്റ്റർ എന്തിനാ യൂസ് ചെയ്യുന്നത്, സെനർ ഡയോഡിലെ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇതിന്റെ മാക്സിമം റേറ്റഡ് കറണ്ടിലും കൂടാണ്ട് ഒരു സേഫ് വാല്യൂല് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ സീരീസ് റെസിസ്റ്റർ RS യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാ നോക്കാം. അതേപോലെ തന്നെ എന്താ, ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഈ സെനർ ഡയോഡിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിലും കൂടുതലായിരിക്കണം. ഹിയർ ദ അപ്ലൈഡ് ഇൻപുട്ട് വോൾട്ടേജ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദി ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഓഫ് സെനർ ഡയോഡ്. ഇനി ഇഫ് ദി ലോഡ് കറന്റ് IL increases, current IZ through the zener diode decreases by same amount in order to maintain constant current IS. This keeps the voltage drop across RS constant. Hence, വോൾട്ടേജ് V0 റിമെയിൻസ് കോൺസ്റ്റന്റ്. അതായത് ലോഡിൽ എന്തെങ്കിലും വേരിയേഷൻ വന്ന് ലോഡ് കറണ്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സെയിം എമൗണ്ടിൽ എന്ത് ചെയ്യും, സെനർ കറണ്ട് IZ റെഡ്യൂസ് ചെയ്യും. IL ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് IZ സെയിം എമൗണ്ട് റെഡ്യൂസ് ചെയ്യും. എന്തിനാ, IS കോൺസ്റ്റന്റ് ആയി മെയിൻറ്റെയിൻ ചെയ്യാൻ. അപ്പൊ IS കോൺസ്റ്റന്റ് ആകുമെന്ന് വെച്ചാൽ ഈ RS അക്രോസിലെ വോൾട്ടേജ് ഡ്രോപ്പ് കോൺസ്റ്റന്റ് ആകും. അപ്പൊ അതിനനുസരിച്ച് നമ്മളെ ലോഡിന് അക്രോസ് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് കിട്ടും. ഇനി ഇൻപുട്ട് വോൾട്ടേജിലാണ് വേരിയേഷൻ എങ്കിൽ, ഇഫ് ദി ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസസ്, മോർ കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദി സെനർ ഡയോഡ് വിച്ച് ഇൻക്രീസസ് ദി വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് RS. As VZ is a constant, the output voltage across the load resistor will also remain constant. അതായത് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ഈ സീരീസ് റെസിസ്റ്ററിന് അക്രോസിലെ വോൾട്ടേജ് ഡ്രോപ്പ് എന്ത് ചെയ്യും, അതിനനുസരിച്ച് കൂടും. അതുകൊണ്ട് തന്നെ എന്താ, ഈ VZ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് അല്ലേ. ഒരു പെർട്ടിക്കുലർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിലും കൂടിക്കഴിഞ്ഞാൽ ഈ സെനർ ഡയോഡ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോഡിന് അക്രോസ് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിരിക്കും കിട്ടുക. അപ്പൊ ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാലും ഇതിനെന്തില്ല, ചേഞ്ച് ഇല്ല. എന്തുകൊണ്ടാ, ബ്രേക്ക് ഡൗൺ വോൾട്ടേജിലും കൂടിക്കഴിഞ്ഞാൽ സെനർ ഡയോഡ് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഇഫ് ദി ഇൻപുട്ട് വോൾട്ടേജ് VI decrease, the current IZ also decrease. The voltage drop across RS is reduced because of self-adjustment of voltage drop across RS. So, voltage remains constant. അതേപോലെ തന്നെ ഈ വോൾട്ടേജ് സാധാരണ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൽ കൂടി കഴിഞ്ഞാലാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പൊ അതിലും കുറച്ച് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൽ കുറവെന്നല്ല, നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന വോൾട്ടേജിലും കുറഞ്ഞു കഴിഞ്ഞാലും
എന്ത് ചെയ്യും, ഇതിന് അക്രോസിലെ വോൾട്ടേജ് ഡ്രോപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് എപ്പോഴും ഇതിലേ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐസെഡ് എപ്പോഴും എന്താ നമ്മൾ ഈ വി സെഡ് വർക്ക് ചെയ്യുന്ന രീതിയിൽ, അതായത് ഈ സെനാർ ഡയോഡ് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന രീതിയിൽ ഐസെഡ് ഡിക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ സെൽഫ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആർ എസ് അതെന്ത് ചെയ്യും, ഐസെഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും ഒരേപോലെ. അതുകൊണ്ട് തന്നെ നമ്മളെ ലോഡിന് അക്രോസ് വോൾട്ടേജും കോൺസ്റ്റന്റ് ആയി കിട്ടും. അപ്പൊ 3 കണ്ടീഷൻ എന്ന് പറയുന്നത്, ഒന്ന് ഐ എൽ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐസെഡ് കുറയും. അപ്പൊ ഇതിനെ വോൾട്ടേജ് ഡ്രോപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ലോഡ് എപ്പോഴും എന്താക്കും, കോൺസ്റ്റന്റ് ആക്കും. അതായത് ലോഡ് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സെനർ ഡയോഡിലെ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം എമൗണ്ട് റെഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കറണ്ട് ഐ എസ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യാം. അതായത് ഇതിന് അക്രോസിലെ വോൾട്ടേജ് ഡ്രോപ്പ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതേപോലെ ഈ വി സെഡ് എന്താ, കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലോഡിന് അക്രോസിലെ വോൾട്ടേജും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി ഇൻപുട്ട് വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാലും എന്ത് പ്രശ്നമില്ല, വി സെഡ് എന്ന് പറയുന്നത് ഒരു റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതൊരു കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ലോഡിന് അക്രോസ് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് കിട്ടും. ഇനി ഇൻപുട്ട് വോൾട്ടേജ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, ഇൻപുട്ട് വോൾട്ടേജ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഐസെഡും കുറയും. അതുകൊണ്ട് തന്നെ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആർ എസും കുറയും. അതുകൊണ്ട് സെൽഫ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആർ എസ് അതെന്ത് ചെയ്യും, നമ്മളെ ലോഡിന് അക്രോസ് വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റന്റ് ആക്കി കിട്ടുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ഇൻപുട്ടിലോ ഔട്ട്പുട്ട് ലോഡ് കറണ്ടിലോ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഐ എല്ലും ഐസെഡും വാരി ചെയ്ത് എന്തായിരിക്കും, നമ്മളെ ലോഡിന് അക്രോസ് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിരിക്കും കിട്ടുക. അതേപോലെ തന്നെ സെനാർ ഡയോഡിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ അതിൽ മുകളിലാണെങ്കിൽ എപ്പോൾ ഈ സെനാർ ഡയോഡ് എന്തായിരിക്കും, ആ കോൺസ്റ്റന്റ് വോൾട്ടേജ് സോഴ്സ് ആയിട്ട് തന്നെയായിരിക്കും ആക്ട് ചെയ്യുക.